വേറൊരു തരത്തിലൊരു സന്യാസം പോലെയാണ് ഇപ്പോഴത്തെ ജീവിതം. നമ്മൾ ആ അർത്ഥത്തിൽ വായിക്കണം. വീടില്ല, സ്വന്തമായൊരു അഡ്രസ്സ് കീപ്പ് ചെയ്യാൻ താല്പര്യമില്ല, സുഹൃത്തുക്കളുടെ വീടുകളിൽ പോയി സംസാരിക്കുന്നു, വിളിക്കുന്നിടത്തേക്ക് പോകുന്നു, അതിനനുസരിച്ച് യാത്ര പ്ലാൻ ചെയ്യുന്നു. ഇത് നമ്മളെയൊക്കെ സംബന്ധിച്ച് ഒരിക്കലും എന്താ പറയുക, നമുക്കിതൊക്കെ അത്ഭുതത്തോട് നോക്കാനല്ലാതെ ഒരു പ്രാവശ്യം പോലും ശ്രമിക്കാൻ പറ്റില്ല. ഒരിടത്ത് പോവുകയാണെങ്കിൽ നമ്മളെ ആരെങ്കിലും അറിയിച്ചിട്ടായിരിക്കും നമ്മൾ മൂവ് ചെയ്തിട്ടുണ്ടാവുക. മൈത്രേയൻ എവിടെയുണ്ടെന്ന് ചിലപ്പോൾ അടുത്ത സർക്കിളിൽ അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ മൈത്രേയൻ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ, എപ്പോഴും അങ്ങനെ തന്നെ മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഹർഷം, ഇപ്പോൾ കുറേ കാലം നമ്മൾ അങ്ങനെ ജീവിച്ചില്ല. ഇപ്പോൾ മൈത്രേയൻ കുറേ കാലമായിട്ട് അഡ്രസ്സ് ഇല്ലാതെ ജീവിക്കുന്നുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്ന് തോന്നൂലേ പിന്നീട്? വയ്യാതായിട്ട് ചിലപ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഉണ്ടാകാം. കാരണം എനിക്ക് മൂവ് ചെയ്യാൻ കഴിയാതിരിക്കുന്ന സമയത്ത് ഞാൻ അതിനകത്ത് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ, പണ്ട് നമ്മൾ ഈ പറഞ്ഞ സ്പിരിച്വൽ എന്ന് പറയുന്നവരുടെയോ അല്ലെങ്കിൽ അധ്യാപകരുടെയോ ഒക്കെ ഇരിപ്പ് മറ്റുള്ളവർ അവരിലേക്ക് വരണം എന്നാണ്. ഞാൻ അതിന് നേരെ തിരിച്ചാ ചെയ്യുന്നത്. ആരാണോ ആവശ്യപ്പെടുന്നവരുടെ അടുത്തേക്ക് ഞാൻ എത്തുക എന്നുള്ളതാണ്. അതൊരു ജനാധിപത്യപരമായ പുതിയ രീതി വികസിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റൊന്നുമില്ല. അന്യരായ ആളുകൾ എന്നുള്ളവരെ അന്യരായി കാണുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് എന്നെ സംബന്ധിച്ചോളം ഞാൻ സുഹൃത്തുക്കളുടെ അടുത്തോട്ടാണ് പോകുന്നതെന്ന് പറയുമ്പം ഇതുവരെ ഒരു പരിചയമില്ലാത്ത ഒരു സുഹൃത്താണ് എനിക്കുള്ളത്. എല്ലാം പുതിയ പുതിയ ആൾക്കാരായിരിക്കും. 80% പുതിയ ആൾക്കാരാണ്. ഞാൻ ഈ ലോകത്ത് ജീവിക്കാനായിട്ട് എനിക്ക് അറിവുണ്ട്. അപ്പോൾ എൻ്റെ മുന്നേ വരുന്ന ആളിനെ ഏത് തരത്തിൽ കൈകാര്യം ചെയ്ത് അവരുമായി ജീവിക്കാനാണ് ഞാൻ പോകുന്നത്. എന്നോടൊത്ത് ജീവിക്കാനല്ല, അവരോടൊത്ത് ജീവിക്കാനാണ് ഞാൻ പഠിച്ചത്. അതാണ് ജനാധിപത്യത്തിനകത്തെ അപ്പുറത്തിരിക്കുന്ന ചുറ്റുപാടിനെ ഇണങ്ങുകയും ചെയ്യുന്ന അറിവാണ് എനിക്കുള്ളത്. അതാണ് പുതിയതായിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ പരിചയമുള്ളിടത്തോട്ട് പോകുന്നു എന്ന് ഞാനിങ്ങനെ ആളുകൾ സുഹൃത്തുക്കളുടെ അടുത്തോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ, സുഹൃത്തല്ലാതെ ഞാൻ ആളുകളെ കാണുന്നില്ല. ഞാൻ ആളുകളെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. അതിന് ശേഷമാണ് ഞാൻ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തുന്നത്. എനിക്കതൊരു പ്രശ്നമായിട്ട് ഞാൻ കാണാറില്ല. നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് എതിരിൽ വരുന്ന വണ്ടിക്കാരന് ബ്രേക്ക് ഔട്ടാതായിട്ടുണ്ടായിരിക്കും, അവന് ഇടിക്കാൻ പറ്റും. ഇതൊക്കെ ഒഴിയാൻ അറിയുന്നതുകൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കാൻ പറ്റുന്നത്. അല്ലാതെ അപ്പുറത്ത് മര്യാദയ്ക്ക് ഓടിക്കുന്നവരുടെ സർട്ടിഫിക്കറ്റൊക്കെ കാണിച്ച് അവർ ഓടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അങ്ങനെയല്ല അത് ചെയ്യുന്നത്. അപ്പം അറിഞ്ഞ് ലോകത്ത് ജീവിക്കാൻ ഉള്ള എബിലിറ്റി നമ്മൾ വികസിപ്പിക്കുന്നുണ്ടാണ്. അപ്പം ഞാൻ ആളുകളെ എന്നോടൊത്ത് ജീവിക്കാനല്ല, അവരോടൊത്ത് ജീവിക്കാൻ ഞാൻ പഠിച്ചത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ വേറെ അതിനകത്ത്, അല്ലാതെ സന്യാസത്തിൻ്റെ ഒരു യുക്തി അതിനകത്തില്ല. സന്യാസിമാരിങ്ങനെ യാത്ര ചെയ്ത് പോയി മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് അവരുടെ ഉദാഹരണം, പണ്ടുകാലത്തെ ഉദാഹരണമാണ് എന്താണ്, പൂവിനകത്ത് തേനെടുക്കുന്ന പൂമ്പാറ്റയെ പോലെയാണ് സന്യാസി എന്നാണ്. ചിരിച്ച എല്ലാവരുടെ അടുത്തും നിന്ന് എടുക്കും. അപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ലാതെ അവർ ജീവിക്കും എന്നുള്ള. ഞാൻ അങ്ങനൊന്നും അല്ല ചെയ്യുന്നത്. ഞാൻ അഡാപ്റ്റ് ചെയ്യാൻ പഠിച്ച ആളാണ്. അതുകൊണ്ടാണ് ആളുകളോട് ഒത്ത് ജീവിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായ ഡിസിപ്ലിൻ എന്നൊക്കെ പറയുന്നത് ശാരീരികമായിട്ട് രോഗം വരാതിരിക്കാൻ വേണ്ടി കഴിക്കുന്ന ഭക്ഷണത്തിനെ പറ്റിയുള്ള അറിവ്, എക്സർസൈസ് ചെയ്യണമെന്നുള്ളതിനെ പറ്റിയുള്ള അറിവ്, ഇത്തരമുള്ള അറിവുകൾ കൊണ്ട് എനിക്ക് രോഗം വരാതിരിക്കുന്നത് മറ്റുള്ളവർക്ക് ആദ്യത്തെ ആശ്വാസമാണ്. അല്ലെങ്കിൽ അവർ അത് എന്നെ നോക്കാൻ നിൽക്കണ്ടേ. അപ്പം നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ സാമൂഹ്യ സേവനം. ഇതൊക്കെ ഇങ്ങനെ അറിയുന്ന കാരണം കൊണ്ട് അവരുടെ ഒരു ആളുടെ അടുത്ത് എത്തുമ്പോൾ ആ ആളിൻ്റെ സൗകര്യങ്ങളനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. വലിയ ധനമുള്ളവരും തീരെ ധനമില്ലാത്തവരും എന്നെ വിളിക്കും. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളും എന്നെ വിളിക്കും. എന്നെ കേട്ടിട്ടുള്ള ഒരാൾ എന്നെ വിളിച്ചാൽ ഞാൻ പോകും അവരുടെ അടുത്ത്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ തീരെ സൗകര്യങ്ങളൊക്കെ കാണത്തില്ല. എനിക്കതൊരു പ്രശ്നമായിട്ട് ഞാൻ അനുഭവിക്കത്തില്ല. കാരണം ആ ആൾ ജീവിക്കുന്നുണ്ടല്ലോ അവിടെ, അപ്പോൾ എനിക്കും പറ്റും. അത് നമ്മുടെ പ്രാക്ടീസസ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിനകത്ത് ഒരു ഗസ്റ്റ് ആകുകയല്ല ചെയ്യുന്നത്, അവരോടൊപ്പം ജീവിക്കുക ചെയ്യുന്നത്. ഈ സമയത്ത് കനിയുടെ ഒരു വിളി വരികയാണ്, ഒരു ആവശ്യം വരികയാണ്. അപ്പോൾ പ്രോമിനൻസ് എങ്ങനെയായിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യുക? അപ്പോൾ കനി എന്ന് പറയുന്ന മകളാവുമ്പോഴും അതൊരു സ്വതന്ത്ര ജീവിയായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ നമ്മൾ ആവശ്യപ്പെടുന്നത് നമ്മുടെ സർക്കിളിൽ വരുന്ന ഒരാളാണ്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകാനായിരിക്കുമല്ലോ മനസ്സ് പറയുക, അങ്ങോട്ടേക്കായിരിക്കില്ലേ പോവുക? അത് ആവശ്യം അനുസരിച്ചാണോ ഫിക്സ് ചെയ്യുന്നത്, അതേ മനസ്സിൻ്റെ അപ്പോഴത്തെ അവസ്ഥ അനുസരിച്ചാണോ ഫിക്സ് ചെയ്യുന്നത്? ആവശ്യം അനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇപ്പോൾ വെറുതെ ഞാനിപ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ ഒഴിവാക്കിയിട്ട് കനിയോ ജയശ്രീയുടെ അടുത്തോ പോകുന്നുണ്ടാകില്ല. പക്ഷേ വിളിക്കാതെ പോകുന്ന ഒരാൾ ജയശ്രീ മാത്രമേ ഉള്ളൂ. കനിയും വിളിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. വിളിക്കാതെ പോകുന്ന ജയശ്രീ, അത് ജയശ്രീ ഞാനും തമ്മിലുള്ള നേരത്തെ ഉള്ള ഞങ്ങൾ രണ്ടുപേരും ഇണകളായിട്ടിരിക്കുന്ന കരാറുള്ളത് കാരണം കൊണ്ട് ജയശ്രീയുടെ അടുത്ത് ഞാൻ പോവുക എന്ന് പറയുന്നത്, ജയശ്രീ ഫോൺ എടുത്ത് വിളിച്ച് പറഞ്ഞിട്ട് എന്താ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. വടക്കൻ കേരളത്തിലോട്ട് പോയാൽ ജയശ്രീയുടെ അടുത്ത് ഞാൻ പോയിരിക്കും. അത് ആ ഒരാളുടെ അടുത്ത് മാത്രമാണ് ഇപ്പോഴും വിളിക്കാതെ പോകുന്നത്. ബാക്കി വിളിക്കുന്നിട്ട് ആവശ്യമുള്ളിടത്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അനാവശ്യമായ അനുഭവം ഉണ്ടാകത്തില്ല.
ഉം. അത്രയേ ഉള്ളത്. ആവശ്യമുള്ളവരുടെ അടുത്ത് ആവശ്യമുള്ള അത്രയും കാലം ഇരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കും നമ്മളും എന്താണ് വേണ്ടവരാണെന്ന് നമ്മളെ അവർക്കും അനുഭവിപ്പിക്കും, അവരും അനുഭവിക്കും. ഉം. ആവശ്യം കഴിയുന്നു എന്ന് തോന്നുന്ന സമയത്ത് അവിടുന്ന് പോകാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല ബന്ധങ്ങളെ ഉണ്ടാവുള്ളൂ. അതുപോലെ ഒരു കാര്യം കൂടെ ഉള്ളത്, ഇപ്പോൾ കനിയുടെ വിദ്യാഭ്യാസത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കുകയും അന്ന് ഇൻട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ എങ്ങനെയായിരിക്കും കനിയുടെ അടുത്തുള്ള ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ, സംശയങ്ങളോ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ആശ്രയിക്കുന്ന ഒരു സ്വഭാവം കനിക്കുണ്ടോ? നമ്മൾ തിരിച്ചെന്തെങ്കിലും കാര്യത്തിൽ ഇതായിരിക്കും നല്ലതെന്നൊക്കെ പറയുന്ന അങ്ങനെ അഭിപ്രായം പറയുന്ന ഒരു രീതിയുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അവൾ പറയുന്നത് നമ്മൾ ഇപ്പം ഞാനും ജയശ്രീയും കൂടെ മിക്കവാറും ഒന്നിച്ച് ആണ് അത് കേൾക്കാറുള്ളത്. അവൾ പറയുന്നത് കേൾക്കാറേ ഉള്ളൂ, അല്ലാതെ അഭിപ്രായങ്ങൾ പറയാറില്ല. ചോദിക്കുവാണെങ്കിൽ ഒരു കാര്യത്തിനെ പറ്റി ചോദിക്കുവാണെങ്കിൽ അഭിപ്രായം പറയും. അത് നിങ്ങൾ ആരെങ്കിലും ചോദിക്കുന്ന പോലെ പറയുന്നതേ ഉള്ളൂ. അല്ലാതെ കനി അഭിനയിക്കുന്നത് ഇങ്ങനെയാണോ, അല്ലെങ്കിൽ ഈ സിനിമയിൽ അഭിനയിക്കാമായിരുന്നോ, അല്ലെങ്കിൽ ആ സംവിധായകൻ്റെ കൂടെ പോകാമോ, ഇപ്പം നീ യാത്ര ചെയ്യുന്ന ഇന്നടത്താണോ, ഇതൊന്നും ഇങ്ങനത്തെ ഒരു ചോദ്യമോ ഉത്തരവോ നമുക്കില്ല. അവൾ വിളിച്ചിട്ട് ഇന്നടത്താണുള്ളത് എന്ന് പറയുമ്പോൾ അത് അറിയുകയും അവൾ ഇന്നതൊക്കെയാണ് ചെയ്തത്. അപ്പോൾ എനിക്കിപ്പം അവൾ ഹിന്ദിയിലൊക്കെ സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അത് കാണാതിരിക്കുകയല്ല ചെയ്യുന്നത്. ഈ ഹിന്ദി എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഫ്ലുവൻ്റായിട്ട് കേൾക്കാത്തപ്പോൾ നമുക്ക് അതിൻ്റെ സൂക്ഷ്മതയൊന്നും കിട്ടത്തില്ല. അപ്പോൾ വേറൊരാളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയൊക്കെ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ പാടുപെട്ട് കാണാനായിട്ട് ഞാൻ പോകാറില്ല. അപ്പോൾ അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്നുണ്ടാവും എന്നുള്ളതല്ലാതെ ഞാൻ അവളെ അഭിനയിച്ച എല്ലാ സാധനം കണ്ടിട്ടൊന്നുമില്ല. അവളും പറയാറുണ്ട് ഇപ്പോൾ അഭിനയിച്ചതെല്ലാം കാണാൻ പറയത്തൊന്നുമില്ല. ചിലത് സിനിമ കണ്ടു നോക്കാൻ പറയുന്ന ഒരു സജഷൻ വരുന്നതാണെങ്കിൽ ഇവിടെ സിനിമ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ കാണണമെന്നുള്ള ആഗ്രഹമാണ്. അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു ദിവസവും അവളെ വിളിക്കുന്നത് തീരെ ഇല്ല. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന കാരണം കൊണ്ട് അവളെവിടെയാണെന്നും എന്തോ ചെയ്യുന്നതെന്നും ബാക്കിയുള്ളവർ അറിയുന്ന പോലെ ഞാനും അറിയുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെന്ന് പറഞ്ഞാൽ ഈ വാട്സാപ്പ് എന്ന് പറയുന്ന ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇന്നടുത്തുണ്ട്, അപ്പോൾ അതിനകത്ത് അവൾ എവിടാ എന്ന് പറഞ്ഞിട്ടൊരു കുറിപ്പടി വന്ന ഇങ്ങോട്ടെങ്ങാണ്ട് വരുവാണെന്ന് മനസ്സിലാവും. അപ്പം അവൾക്കും തിരക്കുള്ള ഒരാളാണ്, ജയശ്രീക്ക് തിരക്കുള്ള ആളാണ്, എനിക്ക് തിരക്കുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും അല്ലാതെ കാണാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ജയശ്രീയുടെ അടുത്ത് ഞാൻ പോകുമ്പോൾ ജയശ്രീയുടെ അടുത്ത് ഞാൻ പറയുന്നുണ്ട് ഞാൻ ഇന്ന ദിവസം വരും എന്ന് പറയുമ്പോൾ ജയശ്രീ അവിടെ കാണണമെന്നില്ല. അപ്പോൾ അവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ടാകത്തില്ല. അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് ഒരു ഇതില്ല. ഇതേപോലെ തന്നെയാണ്. അപ്പോൾ അവൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്നടത്താണെന്ന് പറഞ്ഞാൽ അതിന് പിന്നെ ഒരു മറുപടി ഇല്ലെങ്കിൽ കാണാൻ കഴിയാത്തിടത്താണ് എന്ന് മനസ്സിലായി. പിന്നെ അതിനകത്ത് വലിയ നീ എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കത്തൊന്നുമില്ല. നമ്മൾ ആ ഒരു ഡയലോഗില്ല. അതേ സമയത്ത് ഇന്നടത്ത് പോവുകയാണ്. ഇപ്പോൾ ജയശ്രീയും ഞാനും കനിയും കൂടെ ഒന്നിച്ച് കാണുക എന്ന് പറയുന്നത് കനിയുടെ മുൻകൈയിൽ ജയശ്രീയെ കാണാൻ കനി പോകുമ്പോൾ ഞാൻ ഇത്ര ദിവസം തൊട്ട് ഇത്ര ദിവസം വരെ ജയശ്രീയുടെ അടുത്തുണ്ടാവും എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ എത്തിച്ചിട്ട് നമുക്ക് 3 പേർ കൂടെ കാണാം എന്നുള്ള അർത്ഥമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഗോവയിലാണ് അവൾ താമസിക്കുന്നത്, അവിടോട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഞങ്ങൾ 2 പേർക്കും സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് അപ്പം 2 പേരും ആ സമയം കണ്ടെത്തി അവിടെ എത്തിച്ചേരുക ചെയ്യുന്നത്. അങ്ങനെയാണത് കാണുന്നത്. അല്ലാതെ നമ്മൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ അമ്മയും അച്ഛന്മാരൊക്കെ കുട്ടികളെ മോണിറ്റർ ചെയ്യുന്ന ഒരു സാധനവും അതിനകത്തില്ല. വളരെ സ്വതന്ത്രരായ ഉള്ള വ്യക്തികളാണ്. അപ്പോൾ അവർ ചെയ്ത് ജീവിക്കുന്നു. ഇപ്പം കനി തന്നെ ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് മാത്രമല്ലേ ഞാൻ ഈ കാര്യം അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ. നമ്മൾ എൻ്റെ പ്രായത്തിൽ ഞാൻ എന്നെ കേരളത്തിൻ്റെ കണക്കനുസരിച്ച് മരിക്കാറായി. മരിക്കാതെ നമ്മൾ ഇരിക്കുന്ന കാരണം കൊണ്ട് മാത്രം നമ്മൾ ഇവരുടെ കാര്യം തിരക്കുന്നതല്ലേ, അല്ലെങ്കിൽ അവർക്ക് തന്നെ ജീവിക്കാൻ പറ്റുന്നവരല്ലേ. അതെ അതെ, അത്രയേ ഉള്ളത്.